നമസ്കാരം. തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ വെച്ചുള്ള ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ എന്താണ് സംഭവിക്കുക? ആകാംക്ഷയേറി കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരിയിലെ പോലെ അലസിപ്പിരിയുമോ എന്ന ആശങ്ക ഇല്ലാതില്ല. കാരണം പുടിനുമായി ട്രംപ് സംസാരിച്ചതിലേറെയും യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഭൂമിയുടെ വെച്ചുമാറ്റവും മറ്റുമാണെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ ഉടക്കാൻ നിൽക്കാതെ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനായിരിക്കും സെലൻസ്കി ശ്രമിക്കുക. യുദ്ധം അത്രമേൽ ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നു. അലാസ്ക ഉച്ചകോടിയുടെ തുടർച്ചയാണ് വൈറ്റ് ഹൗസിലെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. പുടിനുമായിട്ടുള്ള ഉച്ചകോടിയിൽ വെടിനിർത്തൽ ധാരണയുണ്ടായില്ലെങ്കിലും വിജയകരമായിരുന്നു എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഭൂമി കൈമാറ്റത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ട്രംപ് പുടിൻ ചർച്ച എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കിഴക്കൻ ഡോനെറ്റ്സ്ക് മേഖലയിൽ നിന്ന് യുക്രൈൻ പിന്മാറണമെന്ന ആവശ്യം പുടിൻ മുന്നോട്ട് വെച്ചതായും ഇതിന് പകരമായി യുക്രൈനിലേക്കുള്ള കൂടുതൽ സൈനിക മുന്നേറ്റം നിർത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നാറ്റോ അംഗരാജ്യങ്ങൾക്ക് നൽകുന്നതിന് സമാനമായ സുരക്ഷാ ഉറപ്പുകൾ യുക്രൈന് നൽകുന്നതിനെക്കുറിച്ചും ട്രംപ് നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടാണ് വിവരം. ഭൂമി കൈമാറ്റ നിർദ്ദേശം യൂറോപ്യൻ സുരക്ഷാ വിദഗ്ധരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് റഷ്യയ്ക്ക് വൻ വിജയമാണെന്നാണ് അവരുടെ അഭിപ്രായം. വെടിനിർത്തലിന് പകരം സുസ്ഥിരമായ സമാധാന ഉടമ്പടിയിലേക്ക് നീങ്ങാനാണ് ട്രംപിന്റെയും പുടിന്റെയും ലക്ഷ്യം. നാറ്റോയെ എതിർക്കുന്ന പുടിൻ നാറ്റോയ്ക്ക് സമാനമായ സുരക്ഷാ ഉറപ്പുകൾ അംഗീകരിക്കുമോ എന്ന് വ്യക്തമല്ല. കിഴക്കൻ യൂറോപ്പിൽ നാറ്റോയുടെ വിപുലീകരണം ഉപേക്ഷിക്കുക, യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി റഷ്യ കൈവശം വെക്കുക തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളിൽ പുടിൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല. എന്നാൽ കിഴക്കൻ ഡോനെറ്റ്സ്ക് മേഖലയ്ക്ക് പുറത്തുള്ള മേഖലകളിലെ വിഷയങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് അനുരഞ്ജനത്തിന് തയ്യാറായേക്കും. ഡോനെറ്റ്സ്കിന് ചുറ്റുമുള്ള 70% മേഖലയും റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ അതിന്റെ പടിഞ്ഞാറൻ നഗരങ്ങൾ ഇപ്പോഴും യുക്രൈന്റെ കൈവശമാണ്. ഡോനെറ്റ്സ്ക് റഷ്യക്കാർക്ക് വിട്ടുകൊടുക്കാൻ സെലൻസ്കി തയ്യാറാവില്ലെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത്. പുടിനുമായിട്ടുള്ള തന്റെ കൂടിക്കാഴ്ച വൻ വിജയമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ മുന്നിൽ വയ്ക്കുന്ന നിർദ്ദേശങ്ങളുടെ വിശദ വിവരങ്ങൾ പുറത്തു വന്നത്. ഭൂമി കൈമാറ്റ കരാറും സുരക്ഷാ ഗ്യാരണ്ടികളും പുടിനുമായി ചർച്ച ചെയ്തെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. റഷ്യ വൻ ശക്തിയാണെന്നും യുക്രൈൻ അങ്ങനെ അല്ലെന്നും അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ സമാധാന കരാറിന് സമ്മതിക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ട്രംപിന്റെ പ്രസ്താവന യൂറോപ്യൻ നിരീക്ഷകരിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഇത് പുടിന് 1-0 വിജയമെന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുടിന് ചുവപ്പ് പരവതാനിയിട്ട് സ്വീകരണം കിട്ടി. വെടിനിർത്തൽ ധാരണയായില്ല, സമാധാനവും. യഥാർത്ഥത്തിൽ പുരോഗതിയില്ല. പുടിന് 1-0 ജയം, ട്രംപിനൊന്നും കിട്ടിയില്ല. അമേരിക്കയിലെ മുൻ ജർമ്മൻ അംബാസഡർ വോൾഫ്ഗാങ് എഷ്കിംഗർ പറഞ്ഞു. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് തിങ്കളാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമെന്ന് സെലൻസ്കി അറിയിച്ചു കഴിഞ്ഞു. അലാസ്കയിൽ നടന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ വിഷയത്തിൽ വെടിനിർത്തലിൽ ധാരണയായിരുന്നില്ല. ഇതിന് പിന്നാലെ സെലൻസ്കിയുമായി ട്രംപ് വിശദമായ ചർച്ച നടത്തി. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന സംഭാഷണത്തിൽ വെടിനിർത്തലിനേക്കാൾ സമഗ്രമായ സമാധാന കരാറാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് സെലൻസ്കിയെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അലാസ്കയിൽ നിന്ന് മടങ്ങുന്ന വഴിയാണ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റുമായും മറ്റും യൂറോപ്യൻ നേതാക്കളുമായും സംസാരിച്ചത്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ക്രിയാത്മക സഹകരണത്തിന് തയ്യാറാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. പുടിനുമായി ഒരു ദ്രുതഗതിയിലുള്ള സമാധാന കരാറിന് ശ്രമിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം അദ്ദേഹം പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. യുക്രൈൻ, റഷ്യ, അമേരിക്ക എന്നിവർ ഉൾപ്പെട്ട ഒരു ത്രികക്ഷി യോഗം നടത്താനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തെയും സെലൻസ്കി പിന്തുണച്ചു. സമാധാനം കൈവരിക്കാൻ പരമാവധി ശ്രമിക്കാൻ യുക്രൈൻ തയ്യാറാണ്. അമേരിക്കയുടെ ശക്തി ഈ സാഹചര്യത്തെ സ്വാധീനിക്കുന്നതിൽ പ്രധാനമാണെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. നേതാക്കളുടെ തലത്തിൽ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്നും ഇതിന് ത്രികക്ഷി യോഗം അനുയോജ്യമാണെന്നും സെലൻസ്കി പറഞ്ഞു. അമേരിക്കയോടൊപ്പം വിശ്വസനീയമായ സുരക്ഷാ ഗ്യാരണ്ടികൾ ഉറപ്പാക്കാൻ യൂറോപ്യൻ നേതാക്കൾ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ട്രംപിന്റെ നീക്കങ്ങളിൽ സെലൻസ്കിക്ക് പൂർണ്ണ വിശ്വാസമില്ലാത്തതുകൊണ്ടാവാം യൂറോപ്യൻ നേതാക്കളുടെ സാന്നിധ്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്. യൂറോപ്യൻ നാറ്റോ നേതാക്കളുമായി സെലൻസ്കി മറ്റൊരു ചർച്ചയും നടത്തി. അലാസ്ക ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തിയില്ലെങ്കിലും US മണ്ണിൽ പുടിന് രാജകീയ സ്വീകരണമാണ് ട്രംപ് നൽകിയത്. ചുവന്ന പരവതാനി വിരിച്ചിട്ട സ്വീകരണത്തിന് പുറമെ പ്രസിഡന്റിന്റെ ബീസ്റ്റ് കാറിലാണ് പുടിൻ ട്രംപിനൊപ്പം സഞ്ചരിച്ചത്. ചർച്ചയിൽ പുരോഗതി ഉണ്ടായെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെന്നാണ് പുടിൻ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. ഇനി യൂറോപ്യൻ പങ്കാളിത്തത്തോടെ കരാർ യാഥാർത്ഥ്യമാക്കാൻ സെലൻസ്കിയാണ് പരിശ്രമിക്കേണ്ടതെന്നും ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു.